അനൗൺസ്മെന്റ് വിവാദം ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. അല്ല, അത് എന്തെങ്കിലും വിവാദം ആരാണോ ഉയർത്തിക്കൊണ്ടെന്ന് അവരോട് അന്വേഷിക്കുന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഞങ്ങൾ ഒരു പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഞങ്ങളൊരു വിവാദം ഉയർത്തിയിട്ടില്ല. അതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം വിവാദം ഉയർത്തിയവർ പരിശോധിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെന്താ ഇതിന് മറുപടി പറയേണ്ടത്? എന്തിന്, എന്താവശ്യത്തിന്? ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യുഡിഎഫ് ആർക്ക് പരാതി നൽകി? പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. അത് പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതൊരു വിവാദം പേരാമ്പ്ര ഞാൻ പറയാം. പേരാമ്പ്ര പൊതുവെ നല്ല സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പേരാമ്പ്രയിലെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ UDF-ഉമായിട്ടോ LDF-ഉമായിട്ടോ ഒരു വിവാദങ്ങളുമില്ല. അത് പരസ്പര സൗഹൃദമായി തന്നെ ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന നിലപാടുണ്ട്. ആ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവ്വം ഇത്തരം ചില പ്രചരണങ്ങൾ അടിച്ചുവിടുന്നത് താൽക്കാലികമായി ഇതിനകത്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് ഇതൊരു സുഖമായ പണിയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരു വിഷയമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഞങ്ങളത് ഉപയോഗിച്ചു. അത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ച് അതിന്റെ നടപടികൾ എടുത്തോട്ടെ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആരെടുത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പരാതി എവിടെയാ? ഞങ്ങളൊരു പരാതി ഉന്നയിച്ചിട്ടില്ല. പരാതി വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ. നമ്മൾ പരാതി ഉണ്ടോ ചോദിച്ചിങ്ങനെ നടക്കണം. നിങ്ങളോട് ഞാൻ വിശദമായിട്ട് നിങ്ങൾ മാതൃകന്റെ ആണല്ലോ. നിങ്ങളോട് ഞാൻ വിശദമായിട്ട് നേരത്തെ സംസാരിച്ചതാണ്. നിങ്ങൾ എന്തിനാ വേറെ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ അനൗൺസ്മെന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരാതിയില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, ഇദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയട്ടെ. നിങ്ങൾ മറുപടി പറഞ്ഞു അദ്ദേഹത്തിന്. അല്ല, അതിന് ഞാനല്ലേ പറയേണ്ടത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടപെട്ട് എനിക്ക് പറയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുമോ? വാർത്താ സമ്മേളനം ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. വാർത്താ സമ്മേളനം ഞാൻ വിളിച്ചു കൂട്ടിയ വാർത്താ സമ്മേളനം അല്ലേ ഇത്? ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വെറുതെ പറയണ്ട. ഞാനിവിടെ ഇന്ന് എന്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുടെ പത്രങ്ങളൊക്കെ എങ്ങനെയാ വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. പേരാമ്പ്രയിലുള്ള പത്രക്കാരെ വിളിച്ചു. നിങ്ങളെല്ലാം വന്നപ്പോൾ പത്രക്കാരോടുള്ള മാന്യതയും മര്യാദയും കാണിക്കണം എന്നുള്ളത് കൊണ്ട് അതുമായി സഹകരിച്ചു. അത്ര കണക്കാക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴേക്ക് ഇദ്ദേഹം ഇടപെട്ടു. ആര് നേതാവിന്റെ? ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ LDF-ന്റെ ഔദ്യോഗിക വാഹനത്തിൽ പ്രചരിപ്പിക്കുന്ന ഇത് സന്നായി പറയാം അനൗൺസ്മെന്റിന്റെ സാധനം നമ്മുടെ കയ്യിലുണ്ട്. പെൻഡ്രൈവ് നിങ്ങൾക്ക് കൊണ്ടോ പരിശോധിക്കും. നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ഞങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പൊ കുറെ ദിവസങ്ങൾ ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ചതിന് നിലപാടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ നിലപാടുമായി ഇന്നലെ പത്രക്കാർ എന്നോട് ചോദിച്ചു കൊണ്ടുപോകുന്നു. എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ തയ്യാറാണ്. അന്വേഷിക്കുന്നത് ഞങ്ങളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാൻ വ്യക്തമാക്കിയതാ കോഴിക്കോട്. ഇന്ന് പത്രങ്ങളിലൊക്കെ അത് വരികയും ചെയ്തു. ഞാൻ വ്യക്തമാക്കിയത്
അത് നിങ്ങൾ അന്വേഷിച്ചോളി. ഇടതുപക്ഷത്തിന് പ്ലീസ് ദയവ് ചെയ്തിട്ട് അങ്ങനെ പറയണം. ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ഇടതുപക്ഷം പറയണം. അതിന്റെ അപ്പുറത്തൊരു നിലയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. ഇവിടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ അന്വേഷിക്കേണ്ടത്. ഇനിയിപ്പോ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ഇങ്ങനെ കുറ്റം ചാർത്താൻ ഇത്ര വാശ്യത്തിന് LDF പറ്റി ഒന്നും വന്നിട്ടില്ല എന്ന്. അത് വരട്ടെ. അത് പരാതി ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ പരാതിന്റെ അന്വേഷണം വരട്ടെ. അന്നേരം സമയത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. ഇതിനെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് സംബന്ധിച്ച് എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. വിശദീകരണം തരേണ്ടത് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ച് പറഞ്ഞു.